ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്രോണി വെച്ചിട്ട് പാസ്തയും മസാലയൊക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രഞ്ചിയും ക്രിസ്പിയും ആയിട്ടുള്ള റെസിപ്പി നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് എന്നല്ല, വലിയവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോൾ ഇരിക്കുമ്പോൾ വേണമെങ്കിലും കുറിക്കാൻ പറ്റുന്ന ഒരു ക്രഞ്ചി ആൻഡ് ക്രിസ്പി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി 2 കപ്പ് മാക്രോണിയാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അത് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുക്കായി വരുമ്പോൾ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത്ര തന്നെ മതിയാവും. അതിനുശേഷം നമുക്കൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാം അത് വേവ് കറക്റ്റാണോ അല്ലേന്ന്. കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലൊരു സ്ട്രെയിനറിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം. വെള്ളം നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും ആ പൊടി ഒന്ന് ആവത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതപ്പം തന്നെ അതിലോട്ട് അബ്സോർബ് ആയിട്ട് വരും. കാരണം കുറച്ച് നനവുള്ളതാണല്ലോ. അപ്പോൾ വേഗം കോൺഫ്ലോർ അതിലോട്ടൊന്ന് പിടിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് മാക്രോണി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഓരോ ട്രിപ്പായിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കണം. 2 ഭാഗവും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കും, അത് സാരമില്ല. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് ഫ്രൈ ആയി മാറ്റിയതിന് ശേഷം അത് ഓരോന്നായിട്ട് വിട്ട് പോരും, അത് പ്രശ്നമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഒരുപാട് നേരം മാത്രമല്ല അതിന് ആ ക്രിസ്പിനെസ് കിട്ടുകയില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്തത് ഇട്ട് കൊടുക്കാം. അതും ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റാം കേട്ടോ. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു ബൗൾ എടുക്കണം. വേറൊരു ബൗളിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. അതുപോലെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണോളം ചാട്ട് മസാലയും കൂടെ നമ്മൾ ചേർക്കുന്നു കേട്ടോ. ചാട്ട് മസാലയാകുമ്പോൾ അതിൻ്റെ ചെറിയൊരു പുളിപ്പും കിട്ടും. അത് ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോണിയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ക്രിസ്പിയാണ് അത് എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു സ്പൈസും അതുപോലെ ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ സൂപ്പറാണ്. കുട്ടികൾ ലേസും ഒക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിന് പകരം ഇനി നമുക്ക് മാക്രോണി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ഒന്ന് ഹൈപ്പ് ചെയ്യാനും നോക്കണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.